നമസ്കാരം. ബിഗ് ബോസ് മത്സരാർത്ഥി അക്ബറിനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇന്ന് ബിഗ് ബോസിൽ രേണു സുധിയെ അധിക്ഷേപിച്ച അക്ബറിനെ ലാലേട്ടൻ പുറത്താക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ബുധനാഴ്ചത്തെ മോർണിംഗ് ആക്ടിവിറ്റീസിലാണ് അക്ബർ രേണുവിനെ സെപ്റ്റി ടാങ്ക് എന്ന ഇരട്ടപ്പേര് വിളിച്ചത്. ഓമനപ്പേരെന്ന ടാസ്ക് ബിഗ് ബോസിൽ നിന്ന് സംഘടിപ്പിച്ചിരുന്നു. ബിഗ് ബോസ് വീട്ടുകാരിൽ നിന്നും ഇഷ്ടമില്ലാത്ത വ്യക്തിയെയും ഇഷ്ടമുള്ള വ്യക്തിയെയും തെരഞ്ഞെടുത്ത് അവർക്ക് ഇരട്ടപ്പേരും ഓമനപ്പേരും നൽകുന്നതായിരുന്നു ടാസ്ക്. ഓരോ മത്സരാർത്ഥിയും പലരെയും വിളിച്ച് ഓമനപ്പേരും ഇരട്ടപ്പേരും നൽകി. അക്ബർ ഖാൻ വിളിച്ചത് രേണുവിനെയാണ്. തനിക്ക് ഇഷ്ടമില്ലാത്തവളായതിനാലാണ് രേണുവിനെ വിളിച്ചതെന്ന് അയാൾ പറയുന്നു. ഇഷ്ടമില്ലാത്തവളായതിനാൽ സെപ്റ്റി ടാങ്ക് എന്ന് പേരിടുന്നു എന്നാണ് അക്ബർ ഖാൻ പറഞ്ഞത്. രേണു സുധിയിൽ കുറേ ടോക്സിക് കാര്യങ്ങൾ ഫീൽ ചെയ്തു. മനുഷ്യ ശരീരത്തിലെ വേസ്റ്റുകൾ കളയുന്നത് ഇവിടെയല്ലേ, അതിനാൽ ഈ പേരിടുന്നു എന്നാണ് അക്ബർ പറഞ്ഞത്. പല മത്സരാർത്ഥികളും അക്ബറിൻ്റെ നിലപാടിനോട് യോജിച്ചില്ല. രേണു സുധിക്കും ഈ പേര് വിളിച്ചത് വിഷമത്തിന് കാരണമായി. സത്യത്തിൽ ഉരുകിപ്പോയിടി, ലോകം മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. രേണു നൂറയോട് വിഷമത്തോടെയാണ് ഇക്കാര്യം പങ്കുവച്ചത്. രേണുവിനെതിരെ ബ്ലോഗുകൾ പടച്ചുവിടുന്ന ബ്ലോഗർമാരും സത്യത്തിൽ ഇത് കേട്ട് ഞെട്ടിപ്പോയി. നിരവധി പേർ ഇതിനെതിരെ സോഷ്യൽ മീഡിയ രംഗത്ത് വന്നു കഴിഞ്ഞു. കാര്യം ബിഗ് ബോസ് ആണെങ്കിലും ഒരു സ്ത്രീയെ ഇത്രയധികം മോശമായ പേര് വിളിക്കുന്നതിനോട് ആർക്കും യോജിപ്പില്ല. അവനെ പിടിച്ച് പുറത്താക്കണമെന്നാണ് അക്ബറിനെതിരായ സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകൾ. അക്ബർ പറഞ്ഞത് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. ബിഗ് ബോസ് ഇവന് താക്കീത് കൊടുക്കണം, ഇവനെ കൊണ്ട് ലാലേട്ടൻ ക്ഷമ പറയിപ്പിക്കണം എന്നിങ്ങനെയാണ് അക്ബറിനെതിരെ ഉയരുന്ന പ്രതിഷേധ വാക്കുകൾ. സംഭവം വൈറലായതോടെ രേണു സുധിക്ക് വലിയ സപ്പോർട്ടാണ് കിട്ടുന്നത്. ഇന്നലെ വരെ ഇവരെ ശത്രുപക്ഷത്ത് നിർത്തിയിരുന്നവരും രേണുവിനെ അനുകൂലിച്ച് രംഗത്തെത്തി. ഇനിയുള്ള ബിഗ് ബോസ് എപ്പിസോഡുകളിൽ ഈ വിഷയം ചർച്ചയാവുമെന്നതിൽ സംശയമില്ല.